ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോ സുഖമില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് മാസങ്ങളായി കൈക്ക് നല്ല വേദന. മരുന്ന് കഴിക്കും, സമാധാനം ഉണ്ടാവില്ല. ശരിക്കും നല്ലൊരു ഡോക്ടറെ കാണാൻ കഴിഞ്ഞു. അവർ ചെക്ക് ചെയ്ത് പറഞ്ഞു ടെന്നീസ് എൽബോ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ടെന്നീസ് എൽബോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ബാൻഡേജിൽ 2 കഴിയും മുട്ട് പൊതിയണം. പിന്നെ ഇതിൻ്റെതായ മെഡിസിൻസ് ഉണ്ട്, വ്യായാമമുണ്ട്. പിന്നെ ഐസ് ബാഗൊക്കെ വെച്ച് ഒന്ന് വേദന ഉള്ളിടത്ത് കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കുക. പിന്നെ ഈ വേദന ഉണ്ടാകുന്ന പണികളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇടുങ്ങിയിട്ടൊക്കെ ചെയ്യില്ല, ധൃതി പിടിച്ച് നമ്മൾ റിസ്ക് എടുത്ത് ഒക്കെ ചെയ്യുന്ന, ടെൻഷൻ അടിച്ച് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, പണികൾ എന്തായാലും സൗകര്യമില്ലായ്മയിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കഷ്ടപ്പാടും പ്രയാസമൊക്കെ നമ്മുടെ മനസ്സ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹവും സ്വപ്നമൊക്കെ ഉണ്ടാവും. മനസ്സ് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഡ്രീമിനോടൊപ്പം ഉണ്ടാവും, പക്ഷേ ശരീരം ഉണ്ടാവണമെന്നില്ല. സാമ്പത്തികം ഒക്കെ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ എല്ലാം ഒരു ടെൻഷനില്ലാതൊക്കെ ചെയ്യാൻ പറ്റും, അല്ലേ? നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഒന്നുകിൽ മൊബൈലിൻ്റെ പ്രശ്നമായിരിക്കും നല്ല വീഡിയോസ് എടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ കിച്ചൺ നമുക്ക് സൗകര്യങ്ങൾ കുറവായിരിക്കും. അവിടെയൊക്കെ നമ്മൾ കൂടുതൽ ഇങ്ങനെ ഒരു ഏണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റിസ്ക് എടുക്കുമ്പോഴൊക്കെ സൗകര്യങ്ങൾ ഒട്ടുമില്ലാതെ സാങ്കേതികമായിട്ടും നമുക്കൊരു പുരോഗതി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സാങ്കേതികതയും സാമ്പത്തികത്തിൻ്റെ അപ്പുറത്തേക്ക് അസുഖം നമ്മളറിയാതെ നമ്മളിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വന്നത്. ഇപ്പോൾ ഫുൾ റെസ്റ്റാണ് ഇതിന്. പക്ഷേ നമ്മൾ പ്രവാസികളായതുകൊണ്ട് തന്നെ ജോലി ചെയ്യണം. ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ഡോക്ടറെ കാണിച്ച് വന്ന് 2 ദിവസം ആകുമ്പോഴത്തേക്കും നല്ല പനി, ചുമയും, നെഞ്ചുവേദന, നല്ല ചുമ, പിന്നെ നല്ല ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഞാനൊരു നമ്മുടെ നാട്ടിലെ ചുക്ക് കാപ്പിയുടെ റെസിപ്പിയൊക്കെ ചെയ്ത് അത് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കിച്ചൺ തൊടിയിൽ തുളസിയും പനിക്കൂർക്കൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നുള്ളി ഇലകളൊക്കെ എടുത്ത് വന്നു അങ്ങനെ ആ റെസിപ്പിയൊക്കെ ഉണ്ടാക്കി കുറേശ്ശെ കുടിക്കുന്നുണ്ട് നേരെ ചൂടോടെ. വീഡിയോസ് ഈ മാസം റെസിപ്പീസൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ വേണം. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ. വീഡിയോസുകളൊക്കെ കാണാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ, ഹെൽപ്പ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, സ്നേഹിക്കാൻ കഴിയുന്നവർ ആത്മാർത്ഥമായി കൂടെ നിൽക്കുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നാഥൻ നമുക്ക് ആയുസ്സും ആരോഗ്യം തരണമെങ്കിൽ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും വേണോ എന്നുള്ള ഒരു റിക്വസ്റ്റാണ്, അപേക്ഷയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. അപേക്ഷ. ഇപ്പോൾ ഈ വേദനയൊക്കെ മാറിയിട്ട് വേണമെങ്കിൽ അടുത്ത റെസിപ്പിയിലേക്ക് കിടക്കാം. ഇൻഷാ അല്ലാഹ് എത്ര മാസങ്ങൾ എടുക്കുമെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും ദുആ ചെയ്യും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടേക്ക് കെയർ.